ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം ആണ് വൊക്കാബുലറി. നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്, വളരെ നന്നായിട്ട് സംസാരിക്കുന്നതിന്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അതിൽ ഫ്രേസൽ വേർബ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഫ്രേസൽ വേർബ്സ്? ഒരു വേർബ്, ആ വേർബിനോട് കൂടി വേറെ ഒരു എലിമെൻറ്റ് കൂടി ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആഡ്വേർബ് ആകാം, ഒരു പ്രപ്പോസിഷൻ ആകാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സംസാരം വളരെ ഇംപ്രസീവായിട്ട് മാറും. നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചാണ്. ഫ്രേസൽ വേർബ്സ് പലതരത്തിലുണ്ട്, ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചില വേർബിനോട് കൂടി അപ്പ് എന്ന വാക്ക് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫ്രേസൽ വേർബ്സാണ്. അത് ആ വാക്കിനോട്, ഒരു വേർബിനോട് ചേർക്കുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, ഇതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പ് എന്ന വാക്കിന് ഒരു മീനിങ് ടു ഫിനിഷ് എന്നാണ്, ടു കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ ഒരു വേർബിനോട് കൂടി നമ്മൾ അപ്പ് എന്ന വാക്ക് ചേർക്കുമ്പോൾ അതിന് വേറെ ഒരു മീനിങ് വരും. ഈറ്റ് എന്ന വാക്ക് നമുക്കറിയാം. ഈറ്റ് എന്നാൽ ഭക്ഷണം കഴിക്കുക, അല്ലേ? ഈറ്റ് എന്നതിനോടുകൂടി ഈറ്റ് അപ്പ് എന്ന് ചേർത്താൽ ഭക്ഷണം കഴിച്ച് തീർക്കുക എന്നായി. അപ്പോൾ ആ ഒരു വേർബിനോട് കൂടി ചേർത്തപ്പോൾ ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒരു മീനിങ് വന്നു, ഈറ്റ് അപ്പ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ഈറ്റ് അപ്പ്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങോട്ട് വേഗം കഴിച്ചു തീർക്കൂ എന്ന് പറയില്ലേ? ആ പ്ലേറ്റ് അങ്ങോട്ട് കാലിയാക്കൂ എന്ന് പറയില്ലേ? അതാണ് ഈറ്റ് അപ്പ്. ടു ഫിനിഷ് സംതിങ് ഓർ ടു കംപ്ലീറ്റ് സംതിങ്. ഈറ്റ് അപ്പ്, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. കൊച്ചുകുട്ടികളൊക്കെ ഭക്ഷണം ഇങ്ങനെ വെച്ചുകൊണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ കഴിക്കാതെ പതുക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഈറ്റ് അപ്പ്, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേഗം കഴിച്ചു തീർക്കൂ എന്ന മീനിങ് ആണ്. ഈറ്റ് അപ്പ്, യു വിൽ ബി ലേറ്റ് ഫോർ സ്കൂൾ. വേഗം കഴിച്ചു തീർക്കൂ, അല്ലെങ്കിൽ ലേറ്റ് ആകും, സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആകും എന്നാണ്. അടുത്തത് ഡ്രിങ്ക് അപ്പ്. ഡ്രിങ്ക് അപ്പ് എന്ന് പറഞ്ഞാൽ, ഡ്രിങ്ക് നമുക്കറിയാം, കുടിക്കുക. അതൊരു മിൽക്ക് ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, എന്തായാലും ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കുടിക്കുക. പക്ഷേ ഡ്രിങ്ക് അപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വേഗം കുടിക്കൂ എന്ന് പറയുന്നു. വേഗം കുടിച്ചത് തീർക്കൂ. ഡ്രിങ്ക് അപ്പ് ഫാസ്റ്റ്. ദേ ഡ്രാങ്ക് അപ്പ് ദ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ ആ ഓറഞ്ച് ജ്യൂസ് കുടിച്ച് കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു, കുടിച്ച് തീർത്തു. നെക്സ്റ്റ് വൺ, ഫിനിഷ് അപ്പ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക എന്നൊക്കെയുള്ള മീനിങ് അല്ലേ? അപ്പോൾ ഫിനിഷ് അപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പറയാം, എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പറയാം, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ഫിനിഷ് അപ്പ് ഉപയോഗിക്കാം. ആ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ആക്കൂ, ഫിനിഷ് ചെയ്യൂ എന്നാണ്. ഫിനിഷ് അപ്പ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഫിനിഷ് ചെയ്യൂ. ഫിനിഷ് അപ്പ് ഡ്രിങ്കിങ് ദ ജ്യൂസ്, ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനാക്കൂ എന്നാണ്. സി ഐ ഫിനിഷ്ഡ് അപ്പ് മൈ മിൽക്ക്, ഞാൻ എൻ്റെ മിൽക്ക് കുടിച്ച് തീർത്തു, ഫിനിഷ് ചെയ്തു എന്നാണ്. ഐ ഫിനിഷ്ഡ് അപ്പ് മൈ മിൽക്ക്. ഷീ സ്റ്റാർട്ടഡ് ദ ജോബ്, ഹാഡ് ലഞ്ച് ആൻഡ് ദെൻ കെയിം ബാക്ക് ടു ഫിനിഷ് ഇറ്റ് അപ്പ്. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചു, ആൻഡ് ദെൻ കെയിം ബാക്ക് ടു ഫിനിഷ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചു വന്നു. ഹീറ്റ് അപ്പ്. ഹീറ്റ് അപ്പ് എന്നാൽ ചൂടാക്കുക. ഐ ഹാവ് ഹീറ്റഡ് അപ്പ് ദ മിൽക്ക്, യു ക്യാൻ ഡ്രിങ്ക് ഇറ്റ് നൗ. ഞാൻ മിൽക്ക് ചൂടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കുടിക്കാം. ഐ ഹാവ് ഹീറ്റഡ് അപ്പ് ദ മിൽക്ക്, യു ക്യാൻ ഡ്രിങ്ക് ഇറ്റ് നൗ. വാം അപ്പ്, അതും ചൂടാക്കുക എന്ന മീനിങ് തന്നെയാണ്. ഷീ വെൻറ്റ് ടു ദ കിച്ചൺ ടു വാം അപ്പ് ദ ഫുഡ്. ഫുഡ് ചൂടാക്കാൻ വേണ്ടി അവൾ കിച്ചണിലേക്ക് പോയി. വാം അപ്പ്. ഇപ്പോൾ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് ചെയ്യില്ലേ? അത് നമ്മുടെ ബോഡി ഒന്ന് ചൂടാക്കുന്നതിന് വേണ്ടി. യു ഷുഡ് ഓൾവേസ് വാം അപ്പ് ബിഫോർ എക്സസൈസിങ്. എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് വാം അപ്പ് ചെയ്യണം. യൂസ് അപ്പ്, ഉപയോഗിച്ച് തീർക്കുക. ഐ യൂസ്ഡ് അപ്പ് ഓൾ ദ മണി, എല്ലാ മണിയും ഞാൻ ഉപയോഗിച്ച് തീർത്തു എന്നാണ്. ഷീ ഹാസ് യൂസ്ഡ് അപ്പ് ഓൾ ദ ഹോട്ട് വാട്ടർ, അവൾ ഹോട്ട് വാട്ടർ മുഴുവൻ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ഷീ ഹാസ് യൂസ്ഡ് അപ്പ് ഓൾ ദ ഹോട്ട് വാട്ടർ. ക്ലീൻ അപ്പ്, നല്ല വൃത്തിയാക്കുക. അത് വൃത്തിയാക്കൽ മുഴുവനാക്കുക എന്ന മീനിങ് വരും, ക്ലീൻ അപ്പ്. ഹു ഈസ് ഗോയിങ് ടു ക്ലീൻ അപ്പ് ഓൾ ദിസ് മെസ്? ഈ മെസ് കംപ്ലീറ്റ് ആയിട്ട് ആകെ അലങ്കോലമായി കിടക്കുന്നു, അതൊക്കെ ആരാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്? ഹു ഈസ് ഗോയിങ് ടു ക്ലീൻ അപ്പ് ഓൾ ദിസ് മെസ്? ആഡ് അപ്പ്.
എല്ലാം കൂടി ആഡ് ചെയ്ത് മുഴുവനാക്കുക. ആഡപ്പ് ഓൾ ദീസ് നമ്പേഴ്സ്. ആഡപ്പ് ഓൾ ദീസ് നമ്പേഴ്സ്. ഡ്രൈ അപ്പ്, ഉണക്കുക, മുഴുവനായിട്ടും ഉണക്കുക. ഡ്യൂറിങ് ദ ഡ്രോട്ട് ദ പോണ്ട് ഡ്രൈഡ് അപ്പ്. ഈ വരൾച്ചയുടെ സമയത്ത് പോണ്ട്, കുളം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി വരണ്ടുപോയി. ഗ്രോ അപ്പ്, വളരുക. ഐ ഗ്രൂ അപ്പ് ഇൻ കേരള. പാക്ക് അപ്പ് എന്ന് പറയുമ്പോൾ പാക്ക് ചെയ്ത് മുഴുവനാക്കുക. ഷീ പാക്ഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഹോം. അവൾ പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. ഹീൽ അപ്പ്. ഹീൽ എന്ന് പറയുന്നത് ഉണങ്ങുക. ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങില്ലേ, അതിനാണ് ഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹീൽ അപ്പ്, മുഴുവനായിട്ടും ഉണങ്ങുക. ദിസ് ഓയിൻമെൻറ്റ് വിൽ ഹെൽപ്പ് ഹീൽ അപ്പ് ദ വുണ്ട്. ആ മുറിവ് ഉണങ്ങാൻ ഈ ഓയിൻമെൻറ്റ് ഹെൽപ്പ് ചെയ്യും, മുഴുവനായിട്ട് ഉണങ്ങാൻ. വേറൊരു മീനിങ് അപ്പ് എന്ന വേർഡിനുള്ളത് ടു ഡിവൈഡ് അല്ലെങ്കിൽ ടു സ്പ്ലിറ്റ് ഇൻ ടു എന്നാണ്. ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുക. ഫോർ എക്സാമ്പിൾ റിപ്പ് അപ്പ് അല്ലെങ്കിൽ ടെയർ അപ്പ്. സൈന റിപ്ഡ് ഹെർ ഫോട്ടോ ഇൻ ടു സ്മോൾ ബിറ്റ്സ്. സൈന അവളുടെ ഫോട്ടോ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് മാറ്റി, സ്പ്ലിറ്റ് ചെയ്തു. ടയർ അപ്പ് എന്നതിനും അതുപോലെയുള്ള മീനിങ് ആണ്. കീറിക്കളയുക എന്ന് പറയില്ലേ. ഷീ ടോർ അപ്പ് ഹിസ് ലെറ്റർ ആൻഡ് ത്രൂ ഇറ്റ് എവേ. അവൻ്റെ ലെറ്റർ അവൾ കീറി വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ച്യൂ അപ്പ്. ച്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ചവയ്ക്കുക. അപ്പോൾ ച്യൂ അപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു, ചവച്ചരച്ച് അത് ഡിസ്ട്രോയ് ചെയ്തു. മൈ ഡോഗ് ച്യൂഡ് അപ്പ് മൈ സ്ലിപ്പേഴ്സ്. എൻ്റെ സ്ലിപ്പേഴ്സ് എൻ്റെ ഡോഗ് എന്ത് ചെയ്തു? ച്യൂ ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി, കംപ്ലീറ്റ് ആയിട്ടും അത് ചവച്ചരച്ച് നാശമാക്കി. ബ്ലോ അപ്പ് എന്നാൽ എക്സ്പ്ലോഡ്. ദ ബോംബ് ബ്ലൂ അപ്പ്. ടെററിസ്റ്റ് അറ്റംപ്റ്റഡ് ടു ബ്ലോ അപ്പ് ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് എക്സ്പ്ലോഡ് ചെയ്ത് കളയാൻ ടെററിസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, ശ്രമിച്ചു. ബ്രേക്ക് അപ്പ് ഓർ സ്പ്ലിറ്റ് അപ്പ്. ഷീ ഹാസ് സ്പ്ലിറ്റ് അപ്പ് വിത്ത് ഹെർ ബോയ് ഫ്രണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടുമായി അവൾ സ്പ്ലിറ്റായി, അവൾ വേർപിരിഞ്ഞു, സ്പ്ലിറ്റായി. ദെയർ മാരേജ് ഹാസ് ബ്രോക്കൺ അപ്പ്. മാരേജിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ പറയാറുണ്ട്. ദെയർ മാരേജ് ഹാസ് ബ്രോക്കൺ അപ്പ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക എന്ന മീനിങ് ആണ് അവിടെ. ക്രാക്ക് അപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ വല്ലാതെ എന്തെങ്കിലും തമാശയൊക്കെ കേട്ട് നമ്മൾ വല്ലാതെ ചിരിക്കില്ലേ, അതിനാണ് ക്രാക്ക് അപ്പ്. അത് ചിരിക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ക്രാക്ക് അപ്പ് ഉപയോഗിക്കാം. ഐ ക്രാക്ക്ഡ് അപ്പ് വെൻ മൈ സിസ്റ്റർ ടോൾഡ് മീ എ ജോക്ക്. ഐ ക്രാക്ക്ഡ് അപ്പ് വെൻ മൈ സിസ്റ്റർ ടോൾഡ് മീ എ ജോക്ക്. എൻ്റെ സിസ്റ്റർ ഒരു ജോക്ക് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ചിരിച്ചു. അടുത്ത വേർഡ് കട്ട് അപ്പ്. കട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റില്ലേ, അതാണ്. ഹീ കട്ട് അപ്പ് ദ പേപ്പർ ഇൻ ടു സ്മോളർ പീസസ്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. യു നീഡ് ടു കട്ട് അപ്പ് ദീസ് വെജിറ്റബിൾസ്. നീ ഈ വെജിറ്റബിൾസ് മുഴുവൻ കട്ട് ചെയ്യണം, അതായത് കട്ട് ചെയ്ത് തീർക്കുക എന്ന ഒരു മീനിങ് ആണ് കട്ട് അപ്പ് എന്ന് പറയുമ്പോൾ വരുന്നത്. വേറൊരു മീനിങ് അപ്പ് എന്നതിന് അപ്പിയർ എന്നതാണ്. അപ്പിയർ എന്നാൽ ബിക്കം വിസിബിൾ, പ്രകടമാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ലുക്ക് അപ്പ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും അറിയുന്നതിന് വേണ്ടി ഡിക്ഷണറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിന് ലുക്ക് അപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. ഞാൻ അത് ഡിക്ഷണറിയിൽ നോക്കി. ഷോ അപ്പ് അല്ലെങ്കിൽ ടേൺ അപ്പ്. അതിൻ്റെ മീനിങ്, ഇപ്പോൾ നമ്മളൊരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അപ്പോൾ അവിടേക്ക് വരിക, അവിടെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി വരിക, അറൈവ് എന്ന മീനിങ് ആണ്. ഹീ ഡിഡ്ന്റ് ഷോ അപ്പ് എന്ന് പറഞ്ഞാൽ അവൻ വന്നില്ല എന്ന അർത്ഥമാണ് അവിടെ. വാട്ട് ടൈം ആർ യു ഗോയിങ് ടു ഷോ അപ്പ്? നിങ്ങൾ എത്ര മണിക്കാണ് വരാൻ വിചാരിക്കുന്നത്? അറൈവ് എന്ന മീനിങ്. അതല്ലെങ്കിൽ വാട്ട് ടൈം ആർ യു ഗോയിങ് ടു ടേൺ അപ്പ്? ഏത് സമയത്താണ് നിങ്ങൾ വരുന്നത്? ഹീ ഡിഡ്ന്റ് ടേൺ അപ്പ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ അവൻ വന്നില്ല. ഹീ ഡിഡ്ന്റ് ടേൺ അപ്പ് അറ്റ് ദ പാർട്ടി. അപ്പ് എന്ന വാക്കിന് വേറൊരു മീനിങ് മേക്ക് ബെറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ബെറ്റർ. നമ്മൾ പറയില്ലേ ഇംപ്രൂവ് ചെയ്യുക, മെച്ചമാവുക, അതല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക എന്ന്. അവിടെയും നമുക്ക് ഈ അപ്പ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാം.
മേക്ക് ഇറ്റ് ബെറ്റർ ദാൻ ബിഫോർ, അതായത് മുൻപത്തേക്കാളും കുറച്ചുകൂടി നല്ലതാവുക എന്നർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ ചിയർ അപ്പ്. ചിയർ അപ്പ് എന്ന് പറയുമ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ചിയറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, സന്തോഷം ഉള്ള ആ ഒരു മൂഡൊന്ന് മാറ്റുക, മൂഡൊന്ന് മെച്ചപ്പെടുത്തുക, അപ്പോൾ സന്തോഷത്തിലാക്കുക എന്നല്ലേ, അതാണ്. ലെറ്റ്സ് ചിയർ ഹിം അപ്പ്. അവനെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാം, അവനിപ്പോൾ വിഷമത്തിലിരിക്കുകയാണ്. ലെറ്റ്സ് ചിയർ ഹിം അപ്പ്. She cheered up for a moment at the sight of a bunch of flowers. She cheered up for a moment at the sight of a bunch of flowers. അവളുടെ മൂഡ്, അവളൊന്ന് ചിയറപ്പായി, അവളൊന്ന് സന്തോഷിച്ചു. കുറച്ച് സമയം അവളുടെ ഒരു മൂഡൊന്നും മാറി. ഒരു അറ്റ് ദ സൈറ്റ് ഓഫ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഒരു ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് കണ്ടപ്പോൾ. ബ്രൈറ്റൻ അപ്പ്. ബ്രൈറ്റൻ അപ്പ് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സീസൺ, ഒരു ക്ലൈമറ്റ്, ഒരു നല്ല ക്ലൈമറ്റിലേക്ക് മാറി, ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന അർത്ഥത്തിലും നമുക്ക് ബ്രൈറ്റൻ അപ്പ് ഉപയോഗിക്കാം. ദ സ്കൈ ബ്രൈറ്റൻ അപ്പ് ക്വിക്ക്ലി ആസ് ദ ക്ലൗഡ്സ് ഡിസ്പേഴ്സ്ഡ്. മേഘങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ സ്കൈ നല്ല തെളിഞ്ഞു. ദ സ്കൈ ബ്രൈറ്റൻ അപ്പ് ആസ് ദ ക്ലൗഡ്സ് ഡിസ്പേഴ്സ്ഡ്. യുവർ മദർ ബ്രൈറ്റൻ അപ്പ് വെൻ ഷീ ഗോട്ട് ദ ഗിഫ്റ്റ് യു സെൻറ്റ്. നിങ്ങൾ അയച്ച ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ മദർ ബ്രൈറ്റൻ അപ്പായി എന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ഫേസൊക്കെ ഒന്ന് നല്ല തിളങ്ങി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിലായി. ഫ്രഷൻ അപ്പ്, ഒന്ന് ഫ്രഷ് ആവുക എന്ന് പറയില്ലേ, അതാണ് ഫ്രഷൻ അപ്പ്. ഫ്രഷൻ അപ്പ്. ഇപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഫ്രഷൻ അപ്പ് എന്നാണ് പറയുക. ഐ നീഡ് ടു ഫ്രഷൻ അപ്പ് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ് എനിക്കൊന്ന് ഫ്രഷ് ആവണം എന്നാണ്. ഡു അപ്പ്. ഡു അപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യുക എന്ന മീനിങ് ആണ്. സൗന്ദര്യവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു മനോഹരമാക്കുക എന്ന മീനിങ്ങിൽ ഡു അപ്പ് ഉപയോഗിക്കാം. ഐ ഡിഡ് ദ റൂം അപ്പ് വിത്ത് ബലൂൺസ് ഫോർ ദ ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ റൂം ബലൂൺസൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു, ബ്യൂട്ടിഫൈ ചെയ്തു, മനോഹരമാക്കി. ഒരു ഓൾഡ് ബിൽഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അത് ഡു അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത് മനോഹരമാക്കി, അതാണ്. മേക്ക് അപ്പ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്മെറ്റിക്സൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ ഫേസോ ഒക്കെ ഒന്ന് നന്നാക്കുക, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, അതിൻ്റെ ഒരു ടു ചേഞ്ച് ദ അപ്പിയറൻസ്. നമ്മൾ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ അപ്പിയറൻസ് ഒന്ന് മാറ്റുക, അതാണ് മേക്ക് അപ്പ് എന്ന് പറയുന്നത്. ഐ നീഡ് 10 minutes ടു മേക്കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് 10 minutes വേണം മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് പഠിച്ച ഫ്രേസൽ വേർബ്സ് ഒക്കെ അപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ഫ്രേസൽ വേർബ്സ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.